ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ഹെൽത്തി ആയിട്ടും സിമ്പിൾ ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ് റെഡിയാക്കാൻ പോണേ. 3/4 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പുട്ടിനൊക്കെ യൂസ് ചെയ്യുന്ന അരിപ്പൊടി. മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഒന്ന് മിക്സ് ചെയ്യാം. വെള്ളം ചേർത്ത് പുട്ടിന് കുഴച്ചെടുക്കണ പോലെ കുഴച്ചെടുക്കാം. മാവ് കുഴച്ചെടുത്തു. ഈ പാകം വേണം കേട്ടോ. കറക്റ്റ് പുട്ടിന് നമ്മൾ എങ്ങനെ കുഴക്കും ഇതുപോലെ പിടിക്കുമ്പോൾ ഇങ്ങനെ പിടിക്കാൻ പറ്റണം. ഇതൊന്ന് അമർത്തി കൊടുത്ത് നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂറായി. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മാറ്റി വെച്ചിട്ട് വേറൊരു പാത്രം വെക്കുന്നുണ്ട്. ഈ പൊടി അരിപ്പയിലിട്ടൊന്ന് അരിച്ചെടുക്കാം നമുക്ക്. ഞാൻ അരിപ്പ മാറ്റിയിട്ടുണ്ട് കേട്ടോ. നേരത്തെ എടുത്ത അരിപ്പയിൽ ചെറിയ ഹോളാണ്. അത് കാരണം മാവ് പുറത്തേക്ക് വരാൻ കുറച്ച് സമയം എടുക്കും. ഇത് കുറച്ച് വലിപ്പമുള്ള ഹോളാണ് ഈ അരിപ്പയിൽ. ഇങ്ങനത്തെ അരിപ്പ ഉണ്ടെങ്കിൽ ഇതിൽ ചെയ്താൽ മതി കേട്ടോ, പെട്ടെന്നാവും. എല്ലാ മാവും നമ്മൾ അരിച്ചെടുത്തു കേട്ടോ. നല്ല ഫൈനായിട്ട് കിട്ടിയിട്ടുണ്ട്. മാവ് നമ്മൾ ഇതുപോലെ അരിച്ചെടുത്തതിന് ശേഷം കൈ വെച്ച് അമർത്തി കുഴക്കരുത് കേട്ടോ, മിക്സ് ചെയ്യരുത്. ഇതുപോലെ ഒന്ന് സ്പൂണിൽ മിക്സ് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ. ഒരു കുഞ്ഞു പാത്രം എടുത്തിട്ടുണ്ട് ഈ മാവ് ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ടാണ്. പാത്രത്തിൻ്റെ അടിയിൽ ഡ്രൈ ആയിട്ടുള്ള അരിപ്പൊടി ഇടുന്നുണ്ട്. ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തോളൂ. നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ മാവിന്ന് കുറച്ച് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മീൻസ് ഒരു 2 ടീസ്പൂൺ അത്ര മതി. കറക്റ്റ് ഷേപ്പാക്കി കൊടുക്കുക. ഷേപ്പാക്കിയതിൻ്റെ മുകളിലേക്ക് കുറച്ച് നാളികേരം വെക്കുന്നുണ്ട്. നാളികേരത്തിൻ്റെ മുകളിൽ കുറച്ച് ശർക്കര, ഇതിൻ്റെ മുകളിലും കുറച്ച് അരിപ്പൊടി വെച്ച് കൊടുക്കാം. നിങ്ങൾ ഏത് പാത്രത്തിലാണോ ഷേപ്പ് ചെയ്യണത് അതനുസരിച്ച് വരൂട്ട അരിപ്പൊടി എടുക്കണേൻ്റെ അളവ്. ഞാൻ ഒരു ഇല വാട്ടിയെടുത്തിട്ടുണ്ട്. ഇലയിലേക്കാണ് ഈ ഷേപ്പ് ചെയ്ത മാവ് വെച്ച് കൊടുക്കാൻ പോണേ. നിങ്ങളുടെ കയ്യിൽ ഇല ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കോട്ടൺ തുണി എടുത്താലും മതിട്ട. ഇലയിൽ നമ്മളൊന്ന് തട്ടി കൊടുക്കുമ്പോൾ തന്നെ അപ്പം പുറത്തേക്ക് വരൂട്ട. നമ്മൾ ഇലയിലാണ് ഇത് വേവിച്ചെടുക്കാൻ പോണത്. ഇല മടക്കി നമുക്ക് കെട്ടിക്കൊടുക്കാം. ഒരു വള്ളി വെച്ച് കെട്ടാം. ഇതുപോലെ നമുക്ക് ഒരെണ്ണം കൂടി റെഡിയാക്കാം. ഏതിലാണോ ആവി കയറ്റുന്നത് ആ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ റെഡിയാക്കി എടുത്തു. സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് ആവി കയറ്റിയെടുക്കാം. അപ്പം വേവാൻ വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടാണ് തുറക്കാം. ജസ്റ്റ് ഒന്ന് തണുക്കാനായിട്ട് വയ്ക്കാം, എന്നാലേ ഇതിന്ന് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം കുറേശ്ശെ തണുത്തുണ്ട്, നമുക്ക് ഇലയിൽ നിന്ന് എടുക്കാം. ബാക്കിയുള്ള മാവൊക്കെ ഒരുമിച്ച് വെച്ച് ഒരു ഷേപ്പ് ആക്കിയ കാരണമാണ് കേട്ടോ ഇത് കുറച്ച് വലുതായി പോയത്. നല്ല ടേസ്റ്റ് ഉള്ള ഒരു അപ്പമാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ബൈ.